മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 7 സഭകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തുയഥൈര സഭയെക്കുറിച്ചാണ് പഠിച്ചത്. അടുത്ത സഭ റെവലേഷൻസ് 3 വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ കാണുന്ന സർദീസ് സഭയെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ലിഡിയയുടെ തലസ്ഥാനമായ സർദീസിനെ ഒരു ആഡംബര പട്ടണം എന്ന് അറിയപ്പെട്ടിട്ടുണ്ട്. സർദീസ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ഒളിച്ചോടിയവർ എന്നും ഉണർവ് എന്നും ഒക്കെയുള്ള മീനിങ് ഉണ്ട്. എന്നാൽ ഇത് ഒരു കുന്നിൻ മുകളിൽ ഉള്ള ഒരു ഏഷ്യ മൈനറിലുള്ള ഒരു സ്ഥലമാണ്, ഒരു ചെറിയ പട്ടണമാണിത്. ഇവിടുത്തെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇവിടെ ധാരാളം സ്വർണ്ണമുണ്ട് എന്ന് പറയുന്നു. ധാരാളം സ്വർണ്ണമുണ്ടായിരുന്നു. അവിടുത്തെ നദികൾ കൂടി വരെ സ്വർണ്ണം ഒഴുകിയിരിക്കുന്നു. അത്രയ്ക്ക് റിച്ചായിട്ടുള്ളൊരു പട്ടണമായിരുന്നു. അവിടെ സ്വർണ്ണ നാണയങ്ങളും അതുപോലെ വെള്ളി നാണയങ്ങളും ഉണ്ടാക്കി ആ സമയത്ത് അവരത് കൈമാറ്റം ചെയ്തിരുന്നു എന്നും ഇവിടെ കാണുന്നുണ്ട്. പേർഷ്യൻ രാജാവായ കോരശിൻ്റെ കാലത്ത് ക്രയോസസ് രാജാവ് ആർക്കും കീഴടക്കാൻ കഴിയത്തില്ല എന്നുള്ള പട്ടണത്തെ ഈ പേർഷ്യൻ രാജാവായ കോരശ് കീഴടക്കി, ആ മലയിടുക്കിൽ കൂടി വന്ന് അതിനെ കീഴടക്കി. അതിനുശേഷം അതിൻ്റെ പ്രതാപം ഇടിഞ്ഞ് ഇതില്ലാതെയായി തീർന്നു എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. BC 4-ാം നൂറ്റാണ്ടിൽ അവിടുത്തെ ക്ഷേത്രം കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്നുള്ള ക്ഷേത്രത്തിൽ നിന്ന് യോഹന്നാൻ്റെ പേരിലുള്ള ദേവാലയം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള അവശിഷ്ടങ്ങളിൽ നിന്ന് യോഹന്നാൻ അവിടെ ദൈവവചനം പ്രസംഗിച്ചിരുന്നു എന്നുള്ള ഒരു ചിന്തയാണ് ബൈബിൾ പണ്ഡിതന്മാർക്ക് വരുന്നത്. സർദീസിലെ സഭയ്ക്ക് ഉള്ള ദൂതൻ എഴുതുക എന്ന് പറഞ്ഞിട്ട് ഇവിടെ ദൈവത്തിൻ്റെ വചനം വായിക്കുന്ന ഇങ്ങനെയാണ്. 3:1 പോലെ ദൈവത്തിൻ്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു, ഞാൻ എൻ്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. ഉണർന്നു കൊള്ളുക, ചാവാറാകുന്ന ശേഷിപ്പുകളെ ശക്തീകരിക്കുക, ഞാൻ നിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തതെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും, ഏത് നാഴികയ്ക്കും നിൻ്റെ മേൽ വരും എന്ന് നീ അറിയുകയും ചെയ്യും. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യരാകിയാൽ വെള്ള ധരിച്ചും കൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവൻ്റെ പേർ ഞാൻ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിൻ്റെ സന്നിധിയിൽ അവൻ്റെ ദൂതന്മാരുടെ മുമ്പിലും അവൻ്റെ പേർ ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നവൻ എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. സിമ്പിളായിട്ടുള്ളൊരു ദൂതാണ് സർദീസ് സഭയ്ക്ക് കൊടുക്കുന്നത്. ഇവിടെ പറയുന്നത് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാവും. നേരത്തെ പറഞ്ഞ ഒരു സഭ തുയഥൈര സഭ ഒരു മരിച്ച സഭ പോലെയായിരുന്നു. എന്നാൽ അതിൻ്റെ അവസാനം വന്നപ്പോഴത്തേക്ക് തുയഥൈര സഭയിൽ റിഫർമേഷൻ ആരംഭിച്ചു. 1517 ഒക്ടോബർ 31 മാർട്ടിൻ ലൂതർ എന്ന് പറഞ്ഞ ജർമ്മനിയിലുള്ള റിഫർമേഷൻ നടത്തിയ ആൾ 95 തീസിസ് ഒന്ന് എഴുതി റോമൻ കാത്തലിക് ചർച്ചിലെ ആണിയടിച്ച് വെച്ചു. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യമാണ് വിശ്വാസത്തിൻ്റെ നീതീകരണം എന്ന് പറയുന്നത്. വിശ്വാസത്തിൽ കൂടി രക്ഷ പ്രാപിക്കുക. പാപമോചന ചീട്ട് വിറ്റുകൊണ്ടിരുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് അതിൽ നിന്ന്, കാരണം പണം കൊടുത്തെങ്കിലേ പാപമോചന ചീട്ട് കിട്ടുള്ളൂ. നിങ്ങളെ രക്ഷ പ്രാപിക്കണം എങ്കിൽ നിങ്ങളെ ദൈവം റൈച്ചസായിട്ട് ഡിക്ലെയർ ചെയ്യണമെങ്കിൽ പണം കൊടുത്തിട്ട് പാപമോചന ചീട്ട് നിങ്ങൾ വാങ്ങണം. എന്നാൽ അതിൽ നിന്ന് അതൊരു തീജ്വാല പോലെ കത്തി ജ്വലിച്ചുകൊണ്ട് വചനത്തിലേക്ക് തിരിയുവാനായിട്ട് ജനങ്ങൾ ആഗ്രഹിച്ചു, തിരിഞ്ഞു എന്ന് കാണുന്നുണ്ട്. അനുഷ്ഠാന ആചാരങ്ങളിൽ നിന്ന് ദൈവവചനത്തിലേക്ക് തിരിയുവാനായിട്ട് ഇടവന്നു. ആ ഒരു പീരീഡാണ് ഈ സർദീസ് കാലയളവ്, 1500 തൊട്ട് 1700 വരെയുള്ള പീരീഡ്. എന്നാൽ അതിൻ്റെ പ്രധാന പങ്ക് വഹിച്ച മാർട്ടിൻ ലൂതറാണ്. 1517 ആ പ്രവർത്തനം അവിടെ ആരംഭിക്കുന്നു. നേരത്തെ പറഞ്ഞ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ 1129 സാമാന്യ ജനത്തിന് ബൈബിൾ വായിക്കാൻ അധികാരമില്ലായിരുന്നു. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അവരെ കൊന്നുകളയും. അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ബൈബിൾ വായിക്കാനായിട്ടുള്ള അധികാരമില്ല. എന്നാൽ ഇവിടെ 1487 ആയപ്പോഴത്തേക്ക് പ്രിൻറ്റിംഗ് പ്രസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ബുക്കുകൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ബുക്കുകൾ പ്രിൻ്റ് ചെയ്തതിനകത്ത് ആദ്യം പ്രിൻ്റ് ചെയ്ത ബുക്ക് 1487 ആദ്യം പ്രിൻ്റ് ചെയ്ത ബുക്ക് ബൈബിളായിരുന്നു.
അപ്പോഴാ ബൈബിള് സാമാന്യ ജനത്തിൻ്റെ കയ്യിലേക്ക് കിട്ടുവാനായിട്ട് ഇട വന്നു. അപ്പോഴാ സമയം തൊട്ട് ആളുകൾ ബൈബിള് വായിക്കാനായിട്ട് തുടങ്ങി. സഭയോടുള്ള ബന്ധത്തിൽ ഉള്ള കാര്യങ്ങൾ, ഉപദേശങ്ങളോടുള്ള ബന്ധത്തിൽ ഒന്നും അവർക്ക് പഠിപ്പിക്കലുകളൊന്നും കിട്ടിയില്ലെങ്കിലും, ലോക്കൽ ചർച്ചിനെ കുറിച്ച് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനം അവരിലെത്തിക്കുകയും അതനുസരിച്ച് ആളുകൾ ചിന്തിക്കാനായിട്ട് തുടങ്ങി. ആളുകൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മാർട്ടിൻ ലൂതറിൻ്റെ ഈ പ്രസംഗങ്ങളും മാർട്ടിൻ ലൂതറിൻ്റെ ഈ പ്രസ്താവനകളും 95 നിയമങ്ങളും ഒക്കെ അടിച്ച് കൊടുത്തതുമൊക്കെ ശരിക്കും ഒരു വലിയ വ്യത്യാസം, ഒരു ചേഞ്ചസ് ഉണ്ടായി. അവിടെ മാത്രമല്ല, ജർമ്മനിയിൽ ഇത് ആരംഭിച്ച ലോകവ്യാപകമായി RC ചർച്ചിനോട്, റോമൻ കാത്തലിക് ചർച്ചിനോട് എതിർത്ത് നിൽപ്പാൻ ഒരു സംഘടന ഉണ്ടാക്കി. അതിന് ജർമ്മൻ പ്രിൻസസിൻ്റെ സപ്പോർട്ടും കിട്ടി, അവരുടെ സ്റ്റേറ്റ് പ്രൊട്ടക്ഷൻ അത് കിട്ടി. അങ്ങനെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉടലെടുത്തത് എന്ന് നമുക്ക് കാണാം. പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉടലെടുത്ത പീരീഡാണ് ഈ സർദീസ് കാലയളവിലാണ് പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉടലെടുത്തത്. സോള സ്ക്രിപ്ചർ എലോൺ എന്നുള്ളൊരു ചിന്തയിലേക്ക് അന്നാണ് വന്ന് ആ ഗ്രൂപ്പുകളെല്ലാം കൂടെ ലോകം ആകമാനം പല സ്ഥലങ്ങളിലും പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളുണ്ടായി. കത്തോലിക്ക സഭയിൽ നിന്ന് മാറി പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളായി മാറുന്നതായിട്ട് കാണും. എന്നാൽ ആ സഭയോടുള്ള ബന്ധത്തിലും ഉപദേശങ്ങളുള്ള ബന്ധത്തിലും ഒന്നും ഇവരെ വേണ്ട രീതിയിൽ പഠിപ്പിക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല ആ സമയത്ത്. കാരണം ബൈബിള് കിട്ടി എന്നുള്ളതിനപ്പുറമായിട്ട്, ആർത്തിയോട് ജനങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങി എന്നതിനപ്പുറമായിട്ട് അവരെ സഭയുടെ ഉപദേശങ്ങളും അതിൻ്റെ കാര്യങ്ങളും ഒന്നും പഠിപ്പിക്കാനായിട്ട് ശരിയായിട്ട് ആർക്കും പറ്റിയില്ല. ഇവിടെ 3:1 പറയുന്നത്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാവും. അവർ കേട്ടത് വിശ്വാസത്തിൻ്റെ നീതീകരണമാണ്. എന്നാൽ ഈ വിശ്വാസത്തിൻ്റെ നീതീകരണം കേട്ടെങ്കിലും അവർ വളർന്നു വന്നത് ഈ റിച്വൽസ് ഒക്കെ ചെയ്താണ്. ഈ പള്ളികളിലൊക്കെ ചെയ്യുന്ന റിച്വൽസ് ഒക്കെ ചെയ്താണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, വിശ്വാസത്തിൻ്റെ നീതീകരണത്തോടുകൂടി തന്നെ ഈ റിച്വൽസും പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളിലേക്ക് കടന്നു വന്നു. വീണ്ടും ജനനം പ്രാപിക്കണം എന്നുള്ള ആശയം കൂടുതലായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അതിൽ കൂടി തന്നെ ഒരുപാട് റിച്വൽസ് കടന്നു വന്നു. ഈവൻ പുതിയ നിയമ സഭയിൽ പോലും ഒരുപാട് ആ സമയത്ത്, പൗലോസിൻ്റെ സമയത്ത് പോലും പഠിപ്പിക്കലിനകത്ത് ഒരുപാട് വേരിയേഷൻസ് ഉണ്ടായിരുന്നു. പൗലോസ് പഠിപ്പിക്കുന്നതിലൊക്കെ അറിയാം. കോരിന്ത്യ സഭയുടെ ആത്മീയ ഗുരുവായിരുന്നു പൗലോസ്. എന്നാൽ കോരിന്ത്യ സഭയിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു? നിങ്ങൾക്ക് 10,000 ഗുരുക്കന്മാരുണ്ട്. ഒരു വാക്യം വായിക്കാം. പൗലോസ് കോരിന്ത്യ സഭയ്ക്ക് എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 14:15 പറയും, നിങ്ങൾക്ക് ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാരുണ്ടായാലും പിതാക്കന്മാർ ഏറെയില്ല. യേശു ക്രിസ്തുവിൽ ഞാനല്ലോ നിങ്ങൾ സുവിശേഷത്തിൽ ജനിപ്പിച്ചത്. യേശു ക്രിസ്തുവിൽ ആണ് നിങ്ങൾ സുവിശേഷത്തിൽ ജനിക്കുന്നത്. അതിന് എക്സ്റ്റേണൽ കർമ്മങ്ങളൊന്നും ആവശ്യമില്ല. പൗലോസ് ഇവിടെ ശരിക്കും പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ആകയാൽ എൻ്റെ അനുകാരികളാകുവീൻ എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ആ സമയത്ത് അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, പൗലോസിൻ്റെ പക്ഷക്കാർ ഇന്നാരെ സ്നാനം കഴിപ്പിച്ചു, ക്രിസ്പോസിനെയും ഗായോസിനെയും മാത്രമേ ഞാൻ സ്നാനം കഴിപ്പിച്ചിട്ടുള്ളൂ എന്ന് പൗലോസ് പറയുന്നു. വീണ്ടും ജനനത്താൽ പ്രാപിക്കുന്ന കാര്യം സ്നാനത്താലല്ല പ്രാപിക്കുന്നതെന്ന് പൗലോസ് അവിടെ കറക്റ്റായിട്ട് പറയുന്നു. അതാണ് 1 കൊരിന്ത്യർ 4:15 ഞാൻ നിങ്ങളോട് ഗുരു എന്ന് പൗലോസ് പറയണമെങ്കിൽ പൗലോസ് എത്ര കോൺഫിഡൻ്റ് ആയിരുന്നു കർത്താവിൽ അവരെ നടത്തിയ കാര്യത്തിൽ. അതുകൊണ്ട് ഒനോസിമോസിനോട് പറയുന്നു, തടവിൽ ജനിപ്പിച്ച എൻ്റെ മകൻ. അത് ഇവിടുത്തെ എല്ലാം പറയുന്നത് കർത്താവിലുള്ള ആശ്രയം, കർത്താവിൽ വീണ്ടും ജനിക്കുന്ന അനുഭവം, അതാണ് ആവശ്യമെന്ന് പൗലോസ് പറയുന്നുണ്ട്. അതിന് ചുറ്റും അതിനോട് ചേർന്ന് എക്സ്റ്റേണലായിട്ടുള്ള ഒരു കാര്യവും ആവശ്യമില്ല. പല രീതിയിൽ ഇപ്പോൾ പല സഭകൾ പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ടല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. സ്നാനത്തിൻ്റെ കാര്യങ്ങൾ പല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തുവുമായിട്ട് ചേരുന്ന സ്നാനം ഒരു ബാഹ്യകർമ്മമാണെന്നും അതൊരു ഡിക്ലറേഷനാണെന്നും രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവാണെന്നും ഒക്കെ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായത്തിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയും തന്നെ അത് പറയുന്ന നമ്മൾ കാണുന്ന ഒരു കാര്യം, 1-ാം അധ്യായത്തിലെ 7 ആത്മാവും 7 നക്ഷത്രം, 7 അരുളപ്പാട് ദൈവത്തിൻ്റെ വചനം. ഈ ദൈവത്തിൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ വചനവുമാണ് മനുഷ്യന് രക്ഷ കൊടുക്കുന്നത്. അതിവിടെയും പറയുന്നുണ്ട്. മരിച്ചിരിക്കുന്ന സഭയോട് പറയുകയാണ്,
നീ ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനായിരുന്നു. അതുകൊണ്ട് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക, നീ പുറത്തേക്ക് വരിക, ഉണർന്നു കൊള്ളുക എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് ഇവിടെ ഡിക്ലെയർ ചെയ്യുകയാണ്. ആത്മാവും ദൈവവചനവുമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നതെന്നുള്ള വീണ്ടും ഒരു ഉറപ്പ് ഇവിടെ നമുക്ക് കിട്ടുകയാണ് ഈ റെവലേഷൻ 3. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് നക്ഷത്രമുള്ളവൻ പറയുന്നു, നീ ഉണരുക, ഉണരുക. പ്രൊട്ടസ്റ്റന്റ് സഭകളിലും ആ സമയങ്ങളിൽ എന്തായിരുന്നു ചോദിച്ചാൽ, സർദീസിലുള്ള സഭയിലും വേണ്ടാത്ത ഒരുപാട് പ്രാക്ടീസസ് ഈ റോമൻ കാത്തലിക് ചർച്ചിൻ്റെ പിറകെ വന്നു കയറി. കാരണം പ്രവൃത്തി പൂർണ്ണമല്ലാത്തതായിരുന്നു. 2-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ പ്രവൃത്തികൾ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. നവോത്ഥാനം കർത്താവ് ഉദ്ദേശിച്ച പൂർത്തീകരണത്തേക്ക് വന്നില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ ഉപദേശങ്ങൾ, സഭയോടുള്ള ബന്ധത്തിലുള്ള പഠിപ്പിക്കലുകൾ വേണ്ട രീതിയിൽ വന്നില്ല എന്നുള്ളതാണ്. കാത്തലിക് പ്രീസ്റ്റിന് പകരം ഇവിടെ പ്രൊട്ടസ്റ്റന്റ് പ്രീസ്റ്റിനെ കൊണ്ടുവരാൻ തുടങ്ങി. ബൈബിള് പഠിപ്പിക്കാനായിട്ട് ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്തു. കാരണം ബൈബിള് വായിക്കുമ്പോൾ പലർക്കും മനസ്സിലാകുന്നില്ല. അതിനുവേണ്ടി ലീഡേഴ്സിനെ ട്രെയിൻ ചെയ്തു. രക്ഷിക്കപ്പെടാത്തവരെ ട്രെയിൻ ചെയ്ത് നിർത്തി പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. സഭയുടെ പുരോഹിതന്മാർ വീണ്ടും ജന്മം പ്രാപിക്കാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കാത്തവരാണെങ്കിൽ അവർ നയിക്കുന്ന സഭ എങ്ങനെയിരിക്കും? നിനക്ക് പേരുണ്ട്, എന്നാൽ നീ മരിച്ചവനായിരുന്നു. പേരുകളെ അടിസ്ഥാനമാക്കി സഭകൾ ആരംഭിച്ചു. അങ്ങനെയാണ് ലൂതറൻ സഭ വന്നു, മെത്തഡിസ്റ്റ് സഭ വന്നു. ഇസ്ലിയെ അടിസ്ഥാനമാക്കിയാണ് മെത്തഡിസ്റ്റ് സഭ വന്ന്, കാൽവിനെ അടിസ്ഥാനമാക്കി കാൽവിനിസ്റ്റ് വന്നു. ഇംഗ്ലണ്ടിൽ ആംഗ്ലിക്കൻ ചർച്ച് വന്നു, ബാപ്റ്റിസ്റ്റ് ചർച്ച് വന്നു, പ്രെസ്ബിറ്റേറിയൻ ചർച്ച് വന്നു. ഓരോരുത്തർ അവരുടെ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു. ദൈവവചനത്തിന് വേണ്ട സ്ഥാനം കൊടുത്തില്ല, മറ്റും ലിറ്ററേച്ചറുകൾക്ക് സ്ഥാനം കൊടുത്ത്. ഇസ്രായേലിൻ്റെ കാര്യത്തിൽ ഇത് തന്നെയല്ലേ സംഭവിച്ചത്? യെശയ്യാവ് 29:13 വാക്യത്തിൽ, ഈ ജനം അടുത്തു വന്ന് വായുകൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എങ്കിൽ നിന്ന് ദൂരെ തകറ്റി വെച്ചിരിക്കുന്നു. എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷ്യ കൽപ്പനയത്രേ. മനപ്പാടമാക്കിയ മാനുഷിക കൽപ്പന, ദൈവം ആഗ്രഹിക്കുന്ന ആരാധന മനപ്പാടമാക്കിയ ഒരു മാനുഷിക കൽപ്പനയല്ല. യഹൂദനോട് ദൈവം പറയുന്നത്, ഇറ്റ് ഷുഡ് ബി ഫ്രം സ്പിരിറ്റ്. ശബരിക്കാരി സ്ത്രീയോട് കർത്താവ് പറയുന്ന, എന്നെ ആരാധിക്കുന്നവർ ആത്മാവിൽ സത്യത്തിലും ആരാധിക്കണം. എഹെസ്കേൽ പ്രവചനം 33:31 സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ വന്നു, എൻ്റെ ജനമായിട്ട് നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു, എന്നാൽ അവർ അവയെ ചെയ്യുന്നില്ല. വായുകൊണ്ട് അവർ വളരെ സ്നേഹം കാണിക്കുന്നു, ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. അവിടെ ഹൃദയം ദുരാഗ്രഹത്തിലിരിക്കുകയാണ്, വായുകൊണ്ട് മാത്രമേ സ്നേഹം കാണിക്കുന്നുള്ളൂ. ഇന്നത്തെ ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ ആയിപ്പോയി, പറ്റില്ലേ? അതുപോലെ ആയിപ്പോയി, സംഘം കൂടി വരുന്നത് പോലെ ആയിപ്പോയി. അവർ സംഘം കൂടി വന്നിരിക്കുകയാണ്. എന്തിനാണ്? വർഷിപ്പിന് വന്നിരിക്കുകയാണ്. വചനത്തെ കേൾക്കുന്നുണ്ട്, എന്നാൽ വായു കൊണ്ട് പറയുന്നുമുണ്ട്, എന്നാൽ അവിടെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. മത്തായി 23:27 വാക്യത്തിൽ യേശുക്രിസ്തു പറയുന്നതാണ്, കപടഭക്തിക്കാരും ശാസ്ത്രിമാരും പരീശന്മാരും നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ള തേച്ച ശവക്കലോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമേ അഴകായി ശോഭിക്കുന്നെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകല വിശുദ്ധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാർ എന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞവരത്രേ. വീണ്ടും ജന്മം പ്രാപിക്കാത്ത വ്യക്തിക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. അതുകൊണ്ട് ഹൃദയത്തിലുള്ള രൂപാന്തരമാണ് എപ്പോഴും ആവശ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രവൃത്തി എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. പ്രവൃത്തി പൂർണ്ണതയുള്ളതാകണമെങ്കിൽ വേണ്ട രീതിയിൽ നമ്മുടെ നമ്മുടെ ഹൃദയമായിരിക്കണം. ദൈവത്തിൽ ഹൃദയം വേണ്ട രീതിയിലായെങ്കിൽ മാത്രമേ പ്രവൃത്തി അതനുസരിച്ച് വരികയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ വർഷിപ്പ് ഒക്കെ ഏത് രീതിയിലായിരിക്കണമെന്ന് നമ്മളെ തന്നെ ഒന്ന് വിശകലനം ചെയ്യുന്നത് നല്ലതാണ്. ഈ സഭയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ കാണപ്പെടും എന്ന് പറയാനുള്ള കാരണം, ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് 3-ാം വാക്യത്തിൽ, ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് എന്തെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. യേശുക്രിസ്തു മധ്യാകാശത്തിൽ വരുന്നത് കള്ളനെ പോലെ വരും എന്നും കർത്താവിൻ്റെ വരവെങ്കിൽ സഭയെ ചേർത്തുകൊള്ളും എന്ന് നമ്മൾ കാണുന്നു. 1 Thessalonians 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ നന്നായി അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞിട്ട്
സഹോദരന്മാരെ, 4-ാം വാക്യത്തിൽ, സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിൻ്റെ വരവ് കള്ളനെ പോലെ ആകുന്നത് ഇരുട്ടിലുള്ളവർക്കാണ്. വെളിച്ചത്തിലുള്ളവർക്ക് അവർ ഉണർന്നിരിക്കുകയാണ്. അവർ വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാണ്. നാം രാത്രിക്ക് ഇരുളിനുള്ളവരല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോഴിവിടെ കർത്താവ് കള്ളനെ പോലെ വരും എന്ന് 4-ാം വാക്യത്തിൽ, വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലെ 4-ാം വാക്യത്തിൽ പറയുന്നുണ്ടെങ്കിൽ, ഈ സഭയും ആ അന്തിമ സഭയിൽ എന്ന് വെച്ചാൽ എൻ ടൈമിൽ ഉണ്ടാവുന്നൊരു സഭയാണ് സർദീസ് സഭയും. എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പ് റിഫോം ചെയ്ത് വരുന്നൊരു സമയമാണ്. അതിനകത്തും കർത്താവിനെ അറിയാതെ, എന്ന് വെച്ചാൽ കർത്താവിൻ്റെ വഴിയിൽ ജീവിക്കാതെ ഇരിക്കുന്ന ജനം, കർത്താവിനെ അറിയാതെ ഹൃദയത്തിൽ രൂപാന്തരം വരാതെ ഇരിക്കുന്ന ഒരു ജനം, പ്രവൃത്തി ഇല്ലാതെ ഇരിക്കുന്ന ഒരു ജനം, ആ ഒരു ജനവും കൂടി തുടർമാനമായി കാണും. കർത്താവിൻ്റെ വരവിങ്കൽ എടുക്കപ്പെടാതെ അവർ നഷ്ടപ്പെട്ടു പോയി ഈ ലോകത്ത് കാണാം എന്ന് നമ്മൾ മറന്നുപോകുന്നു. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ വീണ്ടും പറയാം, ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ പറയാനുണ്ട്. അത് നാളത്തെ ദിവസങ്ങളിൽ അടുത്ത സഭയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാം. എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ എത്ര നിഷ്കളങ്കതയോടി ഹൃദയപരമാർത്ഥയോടി കർത്താവിൻ്റെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ജീവിക്കേണ്ടവരാണ് എന്ന് നമ്മൾ മറന്നുപോകുന്നത്. അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പാണെന്ന് പറഞ്ഞാലും നമ്മൾ കൈവിടപ്പെട്ടു പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അവിടെ എന്താണ് ആവശ്യമായിട്ടുള്ളത്? ഹൃദയത്തിൻ്റെ രൂപാന്തരവും മനസ്സിൻ്റെ പരിവർത്തനവുമാണ് ആവശ്യം. സംഘം കൂടി വന്ന് ഇരിക്കുന്നതിനൊക്കെ ഉപരിയായിട്ട് ഹൃദയത്തിൽ രൂപാന്തരപ്പെട്ട് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന ഗ്രൂപ്പുകളായി നമ്മൾ മാറണം. അതുകൊണ്ട് അങ്ങനെയുള്ളവരെ കള്ളൻ എന്ന പോലെ പിടിപ്പാൻ ഇരുട്ടുള്ളവരല്ല, നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമായിരിക്കും എന്ന് നമ്മൾ കാണും. അവിടെ നമുക്ക് അങ്ങനെ ഒരു വലിയ ചിന്ത ഈ നാളിൽ നമ്മളെ നടത്തട്ടെ. നമ്മൾ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നവർ ആ രീതിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവിനെ സ്വീകരിക്കാം. ആ വഴിയിൽ നമ്മളായിത്തീരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവെ, ഇന്ന് ഞങ്ങൾ ഈ സഭയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴേ കർത്താവെ, നീ ഞങ്ങളെ തിരഞ്ഞെടുത്തെങ്കിലും പലപ്പോഴും തെറ്റി മാറിപ്പോയ അവസ്ഥയിൽ ജീവിച്ചു പോയിട്ടുള്ള ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ കള്ളൻ വരുന്നത് പോലെ വരുമ്പോഴേ കർത്താവെ, ഞങ്ങൾ ഉണർന്നിരിക്കുവാനായിട്ട്, ഞങ്ങൾ ഇരുട്ടിലുള്ളവരല്ല കർത്താവെ, വെളിച്ചത്തിൻ്റെ മക്കളായതുകൊണ്ട് ഉണർന്നിരിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. പലപ്പോഴും ഞങ്ങൾ ട്രഡീഷൻ്റെ പിന്നാലെ പോകുന്നവരാണ് കർത്താവെ. ദൈവത്തിൻ്റെ വചനം ആണ് ഏറ്റവും പ്രധാനം. അത് ഞങ്ങൾ ധ്യാനിക്കുകയും അത് ഞങ്ങളെ ബലപ്പെടുകയും ചെയ്യുവാനായിട്ട് ഈ ദിവസങ്ങൾ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേട്ട വചനങ്ങളൊക്കെ കർത്താവെ ജീവിതത്തിൽ കൂടുതൽ ഉണർവ് വരുത്തുന്നതായി തീരുവാനായിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഞങ്ങൾ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും അവയവങ്ങൾ കേടുണ്ടെങ്കിൽ നിങ്ങളുടെ വലങ്കൈ ആ അവയവങ്ങളിലേക്ക് വെച്ചുകൊണ്ട് കർത്താവെ എന്നെ വിടുവിക്കണമേ എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾക്ക് വലിയൊരു വിടുതൽ തരും. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ വലങ്കൈ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരെ യേശുവിൻ്റെ നാമത്തിൽ വലിയൊരു വിടുതൽ തരുന്ന ഓർത്ത് സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു കർത്താവെ. നന്ദി യേശുവേ, സ്തോത്രം സ്തോത്രം. കിഡ്നിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രയാസങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിട്ടുപോകാനായിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കിഡ്നി അക്സെപ്റ്റ് ചെയ്യാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന വ്യക്തികളെ കർത്താവെ അത് അക്സെപ്റ്റ് ചെയ്യപ്പെടുവാനായിട്ട് കർത്താവെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിജക്ഷൻസ് വന്നതൊക്കെ മാറിപ്പോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് കർത്താവെ അതെല്ലാം ഒരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വെച്ചിട്ടും കർത്താവെ അത് കഴിഞ്ഞിട്ട് അതിൻ്റേതായിട്ടുള്ള പ്രയാസം വന്നിരിക്കുന്ന ചിലരെ ദൈവം ഇന്ന് വിടുവിക്കുന്ന ഓർത്ത് സ്തോത്രം. നിന്റെ വലിയ വിടുതൽ അനുഭവിപ്പാൻ സഹായിക്കണം. പ്രാർത്ഥന കേട്ട ഓർത്ത് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്നും സഭകളെക്കുറിച്ചാണ് പറയുന്നത്. 5 സഭകളെക്കുറിച്ച് പറഞ്ഞു. ഇനി 2 സഭയെ കൂടെ ബാക്കിയുണ്ട് പറയാൻ. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മൾക്ക് കൃപ തരും ഇത് പഠിക്കാനായിട്ട്. ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതങ്ങളെയും ശോധനയെയും കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുത്ത് വരുവാനായിട്ട് കാരണമാക്കി തീർക്കുകയും ചെയ്യും. ഇത് നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. അതുപോലെ ഇത് നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റ് അയച്ചു തരണം. എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. നിങ്ങളെ പേഴ്സണലായിട്ടുള്ള നമ്പറിൽ വിളിക്കുകയോ വാട്സാപ്പിൽ മെസ്സേജ് തരികയോ ചെയ്യുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.